വൈകാശീയം. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. അവൻ്റെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ അവൾ ഞെട്ടിപ്പോയിരുന്നു. ദക്ഷിണ നോക്കുമ്പോൾ അവനൊന്നും അറിയാത്തതുപോലെ കുഞ്ഞിനെയും കളിപ്പിച്ചിരിക്കുകയാണ്. രണ്ടുപേരും ഈ ലോകത്തൊന്നുമല്ല. കാശിക്ക് തൻ്റെ മടിയിൽ നിന്നും അവൻ്റെ തലയെടുത്ത് മാറിടം തോന്നിയെങ്കിലും മനസ്സതിന് അനുവദിക്കാത്ത പോലെ തോന്നി. അവളുടെ കണ്ണുകൾ അവൻ്റെ മുഖത്തിനെ തറഞ്ഞു നിന്നു. നെറ്റിയിലേക്ക് വീണ് കിടന്ന് പാറിപ്പറക്കുന്ന മുടിയിഴയും കുഞ്ഞിക്കണ്ണും നീണ്ട മൂക്കും പിരിച്ചു വെച്ച കട്ടി വീശക്കടിയിലായി കാണുന്ന കുഞ്ഞിളം റോസ് ചുണ്ടുകളും ചിരിക്കുമ്പോൾ താടിയിൽ വിരിയുന്ന ചുഴിയും എല്ലാം അവൻ്റെ മുഖസൗന്ദര്യം എടുത്തു കാട്ടി. എത്ര കണ്ടിട്ടും മതിയാകാത്തതുപോലെ അവളുടെ കണ്ണുകൾ അവൻ്റെ മുഖത്തൂടെ അലഞ്ഞു നടന്നു. ഉമ്മ! കുഞ്ഞൻ അവൻ്റെ നെഞ്ചിലിരുന്ന് അവളെ നോക്കി വിളിച്ചു. കുഞ്ഞിൻ്റെ വിളിയാണ് അവളെ സ്വഭാവത്തിലേക്ക് കൊണ്ടുവന്നത്. എന്താ കുഞ്ഞാ? ഉമ്മ! താൻ വിളി കേൾക്കുന്നത് കാണുമ്പോൾ വീണ്ടും ചിരിക്കും, പിന്നെയും വിളിക്കും. ആളീ കളി നല്ല രസം പിടിച്ച മട്ടാണ്. ദക്ഷിൻ്റെ മുഖത്തേക്ക് പാളി നോക്കി. കുഞ്ഞൻ അമ്മയെന്ന് വിളിക്കുന്നതിൻ്റെ ചെറിയ പരിഭവം ആ കണ്ണിൽ കാണാനുണ്ട്. അവൻ കുറേ അച്ചാന്ന് പറഞ്ഞു കൊടുക്കുമെങ്കിലും കുഞ്ഞാപ്പി ചിരിക്കുകയല്ലാതെ വിളിക്കും പോലെ ചുണ്ടുപോലും ചലിപ്പിക്കില്ല. ഉമ്മ! എന്താണ് ചക്കരെ, ഉറക്കം വരുന്നുണ്ടോ? കുഞ്ഞിനെ എടുത്ത് മടിയിലിരുത്തിയത് മാള് ദക്ഷിൻ്റെ തല തൻ്റെ മടിയിൽ വെച്ചത് ഇഷ്ടപ്പെടാതെ കുഞ്ഞിക്കൈ കൊണ്ട് തള്ളി മാറ്റാൻ നോക്കുന്നുണ്ട്. ദക്ഷാണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാതെ ഫോണിൽ തോണ്ടിയിരിപ്പാണ്. കുഞ്ഞൻ്റെ അച്ഛയല്ലേ? നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച ആ തുടുത്ത കവിളിൽ നോവിക്കാത്ത വിധം ഒന്ന് പതിയെ കടിച്ച് ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ പതിയെ കാലിൽ മൂളിക്കൊണ്ട് തട്ടിക്കൊടുത്തതും ആ കുഞ്ഞിക്കണ്ണുകൾ ഉറക്കം വന്ന് കൂമ്പിയടഞ്ഞിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞും ഇരുവരുടെയും ശബ്ദം ഒന്നും കേൾക്കാതെ വന്നതും ഫോണിൽ നിന്ന് തലയുയർത്തി നോക്കിയ ദക്ഷി കാണുന്നത് കുഞ്ഞിനെയും കൊണ്ട് ഇരുന്നുറങ്ങുന്ന കാശിയാണ്. അവനെണീറ്റിരുന്ന് പതിയെ കുഞ്ഞിനെ എടുക്കാൻ നോക്കി. അവളുടെ താലിയിൽ മുറുകെ പിടിച്ച കുഞ്ഞിക്കൈകൾ പതിയെ അയച്ച് കുഞ്ഞിനൊരു വിധം ഉണർത്താതെ എടുത്ത് തോളിലേക്ക് കിടത്തി തട്ടിക്കൊടുത്ത് റൂമിലെ ബെഡിൽ കൊണ്ടുപോയി കിടത്തി. വീണ്ടും ബാൽക്കണിയിലേക്ക് തന്നെ വന്ന് ചുമരും ചാരിയിരുന്ന് ഉറങ്ങുന്ന കാശിയെ നോക്കി. അവളെ കുറെ തട്ടി പിടിച്ച് നോക്കിയെങ്കിലും മയക്കത്തിൽ നിന്ന് മുക്തിയാവാത്തത് കണ്ട് അവസാനം അവളെയും കൈകളിൽ കോരിയെടുത്ത് ഉള്ളിലേക്ക് നടന്നു. കാശിയെ കുഞ്ഞിൻ്റെ അരികിലേക്ക് കിടത്തി ഇരുവരെയും പുതപ്പിച്ച് രണ്ടുപേരെയും നോക്കി. ഉറങ്ങുമ്പോൾ ഇരുവരുടെയും മുഖം ഒരേ നിഷ്കളങ്കതയാണെന്ന് ദക്ഷിണ തോന്നി. പെട്ടെന്ന് ദക്ഷിൻ്റെ ഫോൺ റിങ് ചെയ്തതും ആ ശബ്ദം കേട്ട് അമ്പാടി ഒന്ന് ചിണുങ്ങിയതും ഉറക്കത്തിലും അതടഞ്ഞപ്പോൾ കാശി കുഞ്ഞിനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. അത് കണ്ടതും അവൻ്റെ ചുണ്ടിലൊരു കുഞ്ഞു പുഞ്ചിരി വിരിഞ്ഞു. അൺനോൺ നമ്പർ കണ്ടതും ദക്ഷി കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്തു. ഹലോ! ദക്ഷി കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്തതും ഫോണിൻ്റെ മറുതലക്കിൽ നിന്നും ഒരു പെൺശബ്ദം മുഴങ്ങി. ആ ശബ്ദത്തിൻ്റെ ഉടമയെ തിരിച്ചറിഞ്ഞതും അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി. അച്ചേട്ടാ, ഞാൻ ഇത്രയാണ്. എന്ത് വേണം? അവളുടെ ശബ്ദം കേട്ടതും കണ്ണുകളടച്ച് മുഷ്ടി ചുരുട്ടി തന്റെ ദേഷ്യത്തെ നിയന്ത്രിച്ചുകൊണ്ട് ദക്ഷി ചോദിച്ചു. അത് എനിക്കൊന്ന് നേരിട്ട് കാണണമായിരുന്നു. എന്തിന്? ഡോണ്ട് കോൾ ഹെയർ സേയിങ് ദിസ് അഗെയിൻ. ഞാനും നീയുമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചതാണ്. അതും നീ തന്നെ. അതുകൊണ്ട് ഡോണ്ട് റിപ്പീറ്റ് ദിസ് അഗെയിൻ. അതുമാഞ്ഞ് ദക്ഷി ദേഷ്യത്തിൽ ഫോൺ കട്ട് ചെയ്ത് ചെവിയിലുള്ള ഫോൺ ടേബിളിലേക്ക് ഇട്ടു. മിത്രയുടെ തിരിച്ചു വരവ് അത് നല്ലതിനല്ലെന്ന് അവൻ്റെ ഉള്ളം പറഞ്ഞുകൊണ്ടിരുന്നു. മനസ്സസ്ഥമായതും ദക്ഷി സ്ട്രോയിൽ നിന്നും ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ചു. പിന്നെ എന്തോ ആലോചിച്ചെന്ന പോലെ സിഗരറ്റ് ആസ്ട്രോയിലിട്ട് കുത്തിക്കെടുത്തി. കാശിയോട് ചേർന്ന് കിടക്കുന്ന കുഞ്ഞിനെ നോക്കി ആ കുഞ്ഞു നെറ്റിയിലൊന്ന് ചുണ്ട് ചേർത്ത് അവൻ ബെഡിൻ്റെ മറുസൈഡിൽ വന്ന് കിടന്നു. രണ്ടുപേരെയും കണ്ടപ്പോൾ അവനുള്ളിൽ എന്തോ ഒരു തണുപ്പ് തോന്നി. എപ്പോഴും അവനും നിദ്രയെ കുലുക്കിയിരുന്നു. എന്തോ നനവ് തോന്നിയിട്ടാണ് രാവിലെ എണീറ്റത്. ഉണർന്ന് നോക്കുമ്പോൾ കാണുന്നത് കണ്ണും തുറന്ന് കൈവെല്ലും നുണഞ്ഞു കിടക്കുന്ന കുഞ്ഞിനെയാണ്. അമ്മയുടെ അമ്പൂട്ടിന്ന് നേരത്തെ ഉണ്ടോടെ ചക്കരെ? കുറച്ചു നേരം കൂടി ഉറങ്ങായിരുന്നില്ലേ? ആ കുഞ്ഞിക്കവളിലൊന്ന് മുത്തി ചോദിച്ചതും ആള് ചിരിച്ചു. പക്ഷേ ആ ചിരിക്ക് പതിവ് വോൾട്ടേജ് ഇല്ല. അയ്യടാ, ആരെ ബെഡിൽ ചീച്ചി ഒഴിച്ചത്? നനഞ്ഞു കിടക്കുന്ന കുഞ്ഞു ട്രൗസർ ഊരി മാറ്റി ഒപ്പം നനഞ്ഞ ബെഡ്ഷീറ്റ് എടുത്ത് ബിന്നിലേക്ക് ഇട്ടു. പെട്ടെന്നാണ് ഇന്നലെ രാത്രിയിലെ കാര്യം ഓർമ്മ വന്നത്. ഈശ്വര, ഞാനിന്നലെ അവിടെ അല്ലായിരുന്നോ? പിന്നെ എങ്ങനെ ഇവിടെ എത്തി? ഇനി അവരെങ്ങനെ കൊണ്ടുവന്നതാകുമോ? തള്ളവരെല്ലാം നഖം കടിച്ച് ചുറ്റും നോക്കി. അവൻ റൂമിലില്ലായിരുന്നു. മിക്കവാറും പോയിട്ടുണ്ടാകും. കുഞ്ഞിനെ എടുത്ത് തൊട്ടിയിലേക്ക് കിടത്തി കയ്യിൽ അവന് ഫേവറേറ്റായ ഡെക്കിനെ കൊടുത്ത് വേഗം ഒരു കുളി കുളിച്ചിറങ്ങി. പിന്നെ കുഞ്ഞിനെ നനഞ്ഞ തുവർത്ത് കൊണ്ട് തുടച്ചെടുത്ത് ഒരു കുഞ്ഞു ട്രൗസറും ഇട്ട് കൊടുത്ത് താഴേക്ക് പോയി. താഴെ എത്തിയപ്പോൾ കല്യാണി ചേച്ചി വന്നിരുന്നു. ഡോർ തുറന്നു കൊടുത്തത് ദക്ഷാവും. ആ, മോള് വന്നോ? ഇന്ന് എണീക്കത്തിരി വൈകി. ഒരു ചിരിയോടെ ചേച്ചിയോട് പറഞ്ഞ് കുഞ്ഞിനെ തിളപ്പിച്ചു വെച്ച് പാലാറ്റാൻ തുടങ്ങി. അപ്പോഴേക്കും ചേച്ചി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയിരുന്നു. അമ്മയില്ലാത്തത് കൊണ്ട് ഇന്ന് തന്നെ കിച്ചണിൽ സഹായിക്കാൻ ചേച്ചി ഉണ്ടായിരുന്നു.
പാലുകൂടി കഴിഞ്ഞതും കുഞ്ഞൻ കയ്യിൽ നിന്ന് ഇറങ്ങാതെ തോളിൽ തന്നെ കിടന്നു. എന്ത് പറ്റിയാവോ, ആള് ഫുള്ള് സൈലൻ്റാണ്. ജോഗിങ് കഴിഞ്ഞ് വന്ന് ദക്ഷി റെഡിയായി വന്നതും വേഗം തന്നെ ഭക്ഷണമൊക്കെ ടേബിളിൽ എടുത്തു വെച്ചു. നീ കഴിക്കുന്നില്ലേ? ഞാൻ കുറച്ച് കഴിഞ്ഞ് ചേച്ചിയുടെ കൂടെ കഴിച്ചോളാം. അവൻ കഴിക്കുന്നത് നോക്കി കുഞ്ഞിനെയും കൊണ്ട് അടുത്തുള്ള കസേരയിലിരുന്നു. നെയ്യിൽ ചുട്ടെടുത്ത ദോശ ചെറിയ പീസാക്കി കൊടുത്തുവെങ്കിലും ആളിന്നൊന്നും കഴിക്കാൻ കൂട്ടാക്കിയില്ല. നിർബന്ധിച്ച് കഴിപ്പിക്കാൻ നോക്കിയപ്പോൾ കരയാൻ തുടങ്ങിയതും പിന്നെ വേണ്ടെന്ന് വെച്ചു. എന്തു പറ്റി, പനിക്കുന്നുണ്ടോ? ദക്ഷി കഴിപ്പം നിർത്തി കുഞ്ഞിനെ വന്ന് തൊട്ടു നോക്കി. ചൂടൊന്നുമില്ലായിരുന്നു. അവൻ കൈ നീട്ടിയതും പോകാതെ കുഞ്ഞൻ തോളിലേക്ക് മുഖം പൂഴ്ത്തി കിടന്നു. അല്ലേല് അവൻ വന്ന് റെഡിയായി ഇറങ്ങിയ ആ കയ്യിൽ കയറി കൂടിയാൽ ഇറങ്ങാത്ത കൊച്ചാണ്. ഇന്ന് എന്ത് പറ്റിയാവും? ഞാൻ ഇറങ്ങാം. കല്യാണിച്ചോട് ഞാൻ വരുന്നത് വരെ ഇവിടെ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. പിന്നെ പുറത്തൊന്നും ഇറങ്ങേണ്ട. കുഞ്ഞൻ്റെ നെറ്റിയിലൊന്ന് മുത്തിയപ്പോൾ അവൻ്റെ ചുടുനിശ്വാസം കഴുത്തിൽ തട്ടിയതും ആകൊരു വിറയിൽ പാഞ്ഞിരുന്നു. പറഞ്ഞതൊക്കെ ഓർമ്മയില്ലേ? അവൻ പറഞ്ഞത് കേട്ട് അതേ എന്ന രീതിയിൽ തലയാട്ടി. തൻ്റെ തോളിൽ കിടക്കുന്ന കുഞ്ഞിനെ ഒരിക്കൽ കൂടി നോക്കി അവൻ വണ്ടിയും എടുത്ത് പോയതും വാതിലും ചാരി ഉള്ളിലേക്ക് നടന്നു. ദക്ഷി പോയി കഴിഞ്ഞതും മമ്മൂട്ടിന് ചെറിയ ചൂട് തോന്നിയിരുന്നു. എടുത്തുകൊണ്ട് അങ്ങനെ നടക്കണം. ഇതുവരെ മേലിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ഒപ്പം ഒന്നിനും സമ്മതിക്കാതെ വാശി പിടിച്ച് കരച്ചിലും. ചൂട് കൂടാൻ തുടങ്ങിയതും ഇവിടെ ഇരിപ്പുള്ള പനിയുടെ മരുന്ന് എടുത്ത് കൊടുത്തു. മരുന്ന് കൊടുത്തു കഴിഞ്ഞതും ആൾ കരച്ചിൽ തുടങ്ങി. പിന്നെ ഒരുവിധം മുറക്കി തൊട്ടിലേക്ക് കൊണ്ടുപോയി കിടത്തി. കുഞ്ഞു ഉറങ്ങിയോ മോളെ? ഉറങ്ങി ചേച്ചി. ചെറിയ പനി ഉണ്ടായിരുന്നു, അതിൻ്റെ വാശിയുണ്ട്. മരുന്ന് കഴിച്ച് കരഞ്ഞു പിടിച്ചാൽ ഉറങ്ങിയത്. മരുന്ന് കൊടുത്തതുകൊണ്ട് ഉറങ്ങി എണീക്കുമ്പോഴേക്കും പനിയൊക്കെ മാറിക്കോളും. ചേച്ചി വാ, ഇനി നമുക്ക് ചായ കുടിക്കാം. ഇപ്പം തന്നെ സമയം ഒത്തിരിയായി. ചായ കുടി കഴിഞ്ഞ് ചേച്ചി അലക്കാനുള്ളത് കൊണ്ടുപോയി പുറത്തേക്ക് പോയതും ഉച്ചക്കുള്ളത് ഉണ്ടാക്കി വെക്കുന്നതിനിടയിലാണ് കുഞ്ഞൻ്റെ കരച്ചിൽ കേട്ടത്. പിന്നെ ശബ്ദമൊന്നും കേൾക്കാതെ വന്നതും സ്റ്റൗ ഓഫ് ചെയ്ത് റൂമിലേക്ക് പോയതും മുന്നിൽ കണ്ട കാഴ്ചയിൽ ശരീരം ഒരു നിമിഷം നിശ്ചലമായി പോയിരുന്നു. സാർ, ഒരു പോലീസുകാരൻ ദക്ഷിൻ്റെ അടുത്തേക്ക് വന്ന് എന്തോ ഫയൽ നോക്കിയിരിക്കുന്ന ദക്ഷിനെ വിളിച്ചു. എന്താടോ? അത് പിന്നെ അഡ്വക്കേറ്റ് വിഷൻ തോമസ് സാറും വന്നിട്ടുണ്ട്. വരാൻ പറയും. ദക്ഷി കയ്യിലുള്ള ഫയൽ മടക്കി ടേബിളിലേക്ക് വെച്ചു. അപ്പോഴേക്കും 50 വയസ്സിന് മുകളിൽ പ്രായം തോന്നിക്കുന്ന 2 പേര് അങ്ങോട്ട് കടന്നു വന്നു. ആഹാ, ആരിത്? വന്ന കാലം നിൽക്കാതിരിക്കണം. അല്ല, എന്താണ് തോമസ് സാറേ ഈ വഴിക്കൊക്കെ? ദക്ഷി പരിഹാസ രൂപേണ പറഞ്ഞു. വരേണ്ടി വന്നല്ലേ പറ്റൂ ACP സാർ, തോമസ് അനിഷ്ടത്തോടെ പറഞ്ഞു. അയാൾ പറഞ്ഞത് കേട്ട് ദക്ഷി ചിരിച്ചു. നിങ്ങൾ അറസ്റ്റ് ചെയ്ത ഇദ്ദേഹത്തിൻ്റെ മകൻ ജോയിലിനെയും കൂട്ടുകാരെയും ജാമ്യത്തിലിറങ്ങാൻ വന്നതാ ഞാൻ. അഡ്വക്കേറ്റ് വിഷൻ കാര്യങ്ങൾ പറഞ്ഞു. അതിന് പറ്റില്ലല്ലോ സാറേ, കേസ് ഞങ്ങൾ ഫയൽ ചെയ്ത് കഴിഞ്ഞു. ഇയാളുടെ മകനും കൂട്ടുകാരും ചേർന്ന് ഇല്ലാതാക്കിയതേ ഒരു പാവം പെൺകുട്ടിയാ. അതവർക്കൊരു അബദ്ധം പറ്റിയതാണ്. പുന്നാര മോനെ, പെൺകുട്ടികളെ കൂട്ടമായി പിച്ച് ചെയ്ത് കൊന്ന് ആനന്ദം കണ്ടെത്തുന്നതാണല്ലോ അബദ്ധം. ഇനി ജാമ്യത്തിൽ ഇറക്കിയേ തീരുന്നാണെങ്കിൽ അടുത്ത ദിവസം അവരെ കോർട്ടിൽ ഹാജരാക്കും. അപ്പം വന്ന് ജാമ്യത്തിലെടുക്കാം. എന്നാലും അവിടുന്ന് ജാമ്യം കിട്ടാൻ പ്രയാസമാണ്. കാരണം കേസത്തൊക്കെ സ്ട്രോങ് ആണ്. നിയമത്തിൻ്റെ കിടപോശം ഞാൻ പറയാതെ അഡ്വക്കേറ്റ് സാറിന് അറിയാലോ. അതുകൊണ്ട് 2 പേരും പോകാൻ നോക്ക്. പിന്നെ പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികളെ കാണുമ്പോഴുള്ള നിന്റെയൊക്കെ മകൻ്റെ അസുഖം ഞാനങ്ങ് തീർത്ത് കൊടുത്തിട്ടുണ്ട്. ദക്ഷി പൂച്ചത്തോടെ പറഞ്ഞതും തോമസ് ദേഷ്യം മടക്കി ഒരു ബ്ലാങ്ക് ചെക്ക് എടുത്ത് ടേബിളിലേക്ക് വെച്ചു. എന്താ ഇത്? സാറിന് വേണ്ടത് എത്രയാന്ന് വെച്ചാൽ എടുക്കാം. അവരെ വിട്ടുതരണം. നായിൻ്റെ മോനെ, നീ എന്താണ് അതിനെക്കുറിച്ച് കരുതിയത്? കൈക്കൂലി തന്ന് വശത്താക്കാൻ നോക്കിയതിനും തന്നെയും പിടിച്ച് അകത്തരാൻ അറിയാഞ്ഞിട്ടല്ല. നീയൊക്കെ നിയമത്തെ വിലക്കെടുക്കുന്ന അറിയാവുന്നത് കൊണ്ട് തന്നെയാടാ ഞാൻ തന്നെ നേരിട്ട് ഇറങ്ങിയത്. ഇനി നിന്റെ മകൻ പുറലോകം കാണുന്ന എനിക്കൊന്ന് കാണണം. ദക്ഷ അയാളുടെ കോളലിൽ കുത്തിപ്പിടിച്ച് ദേഷ്യത്തിൽ പറഞ്ഞു. നേരൊക്കെ അറിയില്ലേ ഈ തോമസ് ആരാണെന്ന്? എൻ്റെ മകനെ പുറത്തിറക്കാൻ എനിക്ക് അറിയാം. ഇതിനൊക്കെ താൻ അനുഭവിക്കും. ഈ ചോരത്തുളപ്പൊക്കെ പ്രായത്തിൻ്റെയാ. ഭാര്യയെ ചെറുപ്രായത്തിൽ തന്നെ വിധവയാക്കണോടാ. അയാൾ ദക്ഷിൻ്റെ കൈയെടുത്ത് മാറ്റിക്കൊണ്ട് പറഞ്ഞു. നീയൊന്നും ദക്ഷിണ ഒന്നും ചെയ്യില്ലടാ പൊന്നെ, കാണാ നമുക്ക്. അതും പറഞ്ഞ അയാൾ പുറത്തേക്ക് ഇറങ്ങി. സെല്ലിൽ ചതഞ്ഞ് കിടക്കുന്ന തൻ്റെ മകനെയും കൂട്ടുകാരെയും കണ്ടതും അയാളുടെ കണ്ണിൽ ദേഷ്യം നിറഞ്ഞു. ഇതിന് നീ അനുഭവിക്കും. തോമസാ പറയുന്നത്. ഇപ്പം നിന്റെ വീട്ടിൽ ഭാര്യയും കൊച്ചും മാത്രമല്ലേ ഉള്ളൂ. അവരീ കയ്യിൽ കിടന്ന് പെടഞ്ഞു തീരുന്ന നീ കാണൂടാ. താനൊരു ചൂക്കും ചെയ്യില്ല. ഇവിടെ കിടന്ന് വായിട്ടടിച്ച് നേരങ്ങളിത് പോകാൻ നോക്കണോ. ദക്ഷ അയാളെ പിടിച്ച് തള്ളിക്കൊണ്ട് പറഞ്ഞ് ഉള്ളിലേക്ക് പോയി. അവൻ പോകുന്നു നോക്കി അയാൾ കണ്ണിലെരിയുന്ന പകയോട് അവിടെ നിന്നു. സാറേ,
ഇനി എന്താടോ? അത് പിന്നെ ആ തോമസ് അവനത്രയ്ക്ക് നല്ലതൊന്നുമല്ല. ഈ തോമസിൻ്റെ നേർപ്പകത്ത് തന്നെ അയാളുടെ മകനും. സാർ അയാളെ പിണക്കി വിടേണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്താണോ വേണ്ടത്? അയാളുടെ വാക്കും കേട്ട് കഴപ്പ് മൂത്ത് നടക്കുന്ന അയാളുടെ മകനെ പുറത്ത് വിടണമെന്നാണോ? അത് ഞാൻ ഉദ്ദേശിച്ചത്. വേണ്ട, താൻ പോകാൻ നോക്ക്. അവരുടെ വാക്കും കേട്ട് ചാൻസ് നിൽക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ദക്ഷ് പറഞ്ഞത് കേട്ട് പിന്നെ അയാൾ ഒന്നും മിണ്ടാതെ അവിടുന്ന് പോയി. അനിൽ, ഞാൻ വീട്ടിൽ പോവാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. വൈകുന്നേരമായതും ദക്ഷ് കോൺസ്റ്റബിളിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞേൽപ്പിച്ച് വീട്ടിലേക്ക് വിട്ടു. ദക്ഷി വീട്ടിലെത്തുമ്പോൾ ഡോറ് ചാരിയിട്ടേ ഉള്ളൂ. അവനൊരു സംശയത്തോടെ വാതിൽ തുറന്നുള്ളിലേക്ക് കയറിയെങ്കിലും അവിടെയൊന്നും ആരും ഉണ്ടായിരുന്നില്ല. കാശി, കാശി! അവൻ താഴത്തും മുകളിലും എല്ലാം നോക്കിയെങ്കിലും അവിടെയൊന്നും കാണാതെ വന്നതും അവനെന്തോ ഭയം തോന്നി. അവളുടെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ കിട്ടാതെ വന്നതും അവൻ ദേഷ്യത്തിൽ പല്ല് കടിച്ചു. പെട്ടെന്ന് ഓർമ്മയിലേക്ക് തോമസിന്റെ മുഖം കടന്നു വന്നതും അവനുള്ളിൽ ആദ്യം കൂടി. വേഗം വണ്ടിയുടെ കീയും എടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഗേറ്റിന്റെ മുന്നിൽ ഒരു ഓട്ടോ വന്നു നിന്നത്. ഓട്ടോയിൽ നിന്നും കുഞ്ഞിനെയും എടുത്ത് ഇറങ്ങുന്ന കാശിയെ കണ്ടതും ദക്ഷിന്റെ ഒരു നിമിഷം ആശ്വാസം തോന്നിയെങ്കിലും താൻ ഇതുവരെ അനുഭവിച്ച പേടിയും ടെൻഷനും ആലോചിച്ചപ്പോൾ അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുക്കി. പെട്ടയത്തിന് അവൻ കാറ്റുപോലെ അവളുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്ന് കയ്യിൽ നിന്നും കുഞ്ഞിനെ തട്ടിപ്പറിച്ചെടുത്ത് അവളുടെ കവളിലിട്ടൊന്ന് പൊട്ടിച്ചിരുന്നു. ലൈക്കും കമൻറ്റും കുറയ്ക്കരുത് കേട്ടോ. കുറച്ച കഥയുടെ ലെങ്ത്തും ഞാൻ കുറക്കും.